നമസ്കാരം എല്ലാ മച്ചാമാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഫയൽ ഷെയറിങ്ങിൻ്റെ ബോട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടും ഉണ്ടാവത്തില്ല. പിന്നെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് ഗ്രൂപ്പിലായിട്ട് ചോദിച്ചാൽ മതി. സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്കിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, പിന്നെ ഈ ചാനൽ ഏതോ മച്ചാമാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ വിളിച്ചേക്കാം. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ ഇതിൽ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് ഡിപ്ലോയ് എന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരെ ഹീറോക്ക് വെബ്സൈറ്റിലേക്ക് എത്തും. അപ്പോൾ ആപ്പ് നെയിം ചോദിക്കും. ആദ്യം ആപ്പ് നെയിമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് നെയിം കൊടുക്കുക. ബിഗ് ലെറ്ററിൽ പറ്റത്തില്ല, സ്മോൾ ലെറ്ററിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് നെയിം കൊടുത്തതിന് ശേഷം താഴോട്ട് തരാം. താഴോട്ട് പറഞ്ഞ് അഡ്മിൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ അഡ്മിൻസിൻ്റെ ബോട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ ഐ ഡിയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ ആ ബോട്ടിൽ കയറി സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്താൽ ഞങ്ങളുടെ ചാനൽ ജോയിൻ ആകാൻ പറയും. ഞങ്ങളുടെ ചാനൽ ജോയിൻ ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് ഈ ബോട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ചാനലൊന്നും ജോയിൻ ആകും. ജോയിൻ ആയ ശേഷം വീണ്ടും സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ടൈപ്പ് ചെയ്യാം. /ID അല്ലെങ്കിൽ /info എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ ID ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്ത ശേഷം നേരെ ഹീറോക്കുള്ള ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത API API ID ആണ് ചോദിക്കുന്നത്. അത് രണ്ടും ഒരു ബോട്ട് തന്നെ എടുക്കുന്നുണ്ടത്. പിന്നെ ആ ബോട്ട് എല്ലാവർക്കും വർക്ക് ആയിട്ടില്ല. ചിലർക്ക് മാത്രം ബോട്ട് വർക്കാകുന്നത്, ചിലർക്ക് എററായിട്ട് കാട്ടിക്കും. പിന്നെ എററായിട്ട് കാട്ടിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോ ഒന്ന് പോയി കണ്ടേക്കാം. ഞാൻ ബോട്ടിൽ കയറി സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ ഫോൺ നമ്പർ ചോദിക്കും. ടെലഗ്രാമിൻ്റെ ഫോൺ നമ്പർ എടുക്കേണ്ടത് ടെലഗ്രാമിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് തന്നെ എടുക്കാം. വേറെ എവിടെ നിന്ന് നിങ്ങൾ ടെലഗ്രാമിൻ്റെ ഫോൺ നമ്പർ അടിച്ചിട്ടൊന്നും കൊടുക്കണ്ട. ടെലഗ്രാമിൻ്റെ സെറ്റിങ്സ് പോയിട്ട് ടെലഗ്രാമിൻ്റെ ഫോൺ നമ്പർ കോപ്പി എടുത്തിട്ട് ആ ബോട്ടിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തായി നമ്മൾ ചോദിക്കുന്നത് OTP ആണ് ചോദിക്കുന്നത്. അപ്പോൾ കോഡ് ടെലഗ്രാമിൽ തന്നെ വന്നിട്ടുണ്ടാവും പറയുന്നുണ്ട്. നിങ്ങൾ ആ ടെലഗ്രാമിൽ പുറത്തിട്ട് നോക്കാം. ടെലഗ്രാമിൽ വന്നിട്ടുണ്ട്. ഈ കോഡൊന്ന് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നേരെ ആ ബോട്ടിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. API ID വന്നിട്ട് API ആഷ് വന്നിട്ട്. അപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത് API ആഷ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്ത ശേഷം നേരെ ഹീറോ കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്ത ബോട്ടൊന്ന് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് API ID ഒന്ന് അവിടെ കാണാൻ സാധിക്കും. അതൊന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത ചാനൽ നെയിമാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങളൊരു പ്രൈവറ്റ് ചാനലൊന്ന് ക്രിയേറ്റ് ചെയ്യാം. പ്രൈവറ്റ് ചാനലിന് പേര് കൊടുക്കേണ്ടത് DB ചാനലൊന്ന് കൊടുക്കുക. പിന്നെ ആ DB ചാനൽ കൊടുക്കുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നത്, പിന്നെ ആ ചാനൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ DB ചാനലൊന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിപ്പോൾ ഫയൽ ഷെയർ ചാനൽ പേര് കൊടുത്തിട്ട് ഇപ്പോൾ ചാനൽ കൊണ്ട് മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ മെസ്സേജ് നേരെ വിത്ത് ഫോർവേഡ് ടാഗ് വെച്ചിട്ട് ID ബോട്ടിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് ചാനലിൻ്റെ ID കിട്ടും. ചാനലിൻ്റെ ID എടുക്കാൻ സാധിക്കും. ID ഒന്ന് കോപ്പി ചെയ്ത ശേഷം നേരെ ഈ റോക്കിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത 4 സബ് ചാനലാണ് ചോദിക്കുന്നത്. 4 സബ് ചാനലെടുത്ത് നിങ്ങൾ ഇപ്പോൾ കൊടുത്ത പ്രൈവറ്റ് ചാനൽ DB ചാനലിൽ ലിങ്ക് കൊടുക്കേണ്ടത്. നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ പബ്ലിക് ചാനൽ ലിങ്കാണ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ചാനലിലേക്ക് ആൾക്കാരെ കിട്ടും. ഈ ബോട്ട് വേറെ ആൾക്കാരെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പബ്ലിക് ചാനലിൽ പോയിട്ട് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മെസ്സേജിനെ നിങ്ങൾ നേരെ വിത്ത് ഫോർവേഡ് ടാഗ് വെച്ചിട്ട് ID ബോട്ടിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, അത് സെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ID ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം നേരെ ഈ റോപ്പിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, അടുത്ത നമ്മളോട് ചോദിക്കുന്നത് ഓണർ ID ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഓണർ ID എടുക്കേണ്ട ബോട്ടിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ID ബോട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ /ID അല്ലെങ്കിൽ /info എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ ID ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം നേരെ ഈ റോപ്പിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത് ചോദിക്കുന്നത് സ്റ്റാർട്ട് മെസ്സേജ് ആണ് ചോദിക്കുന്നത്. സ്റ്റാർട്ട് മെസ്സേജിൻ്റെ അടുത്ത് നിങ്ങൾ ഇഷ്ടമുള്ള എന്ത് മെസ്സേജാണ് കൊടുക്കുക. പിന്നെ അത് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് എൻ്റെ ഗ്രൂപ്പിൻ്റെ ചാനൽ ലിങ്കാണ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഹലോ ഫസ്റ്റ് നിർത്തിയാൽ ഫസ്റ്റ് നിങ്ങൾ റിമൂവ് ചെയ്യേണ്ടത് ഫസ്റ്റ് നെയിമാണ്. വരുന്ന ആൾക്കാരുടെ ഫസ്റ്റ് നെയിം വരാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്ന് കൊടുത്തേക്കാം അവിടെ. പിന്നെ എനിക്ക് വേണ്ടി പിന്നെ കൊടുക്കുകയാണ്. പിന്നെ കൊടുക്കുന്നത് ഫയൽ ഷെയർ ബോട്ടായിട്ട് ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ചാനൽ യൂസർ നെയിം കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ടി ജി ബോട്ട് ടോക്കണാണ് ചോദിക്കുന്നത്. ടി ജി ബോട്ട് എടുക്കേണ്ട ബോട്ട് ഫാദറിൻ്റെ ലിങ്കിനകത്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറിയിട്ട് ആ ബോട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ബോട്ട് ഫാദറിൽ പോയിട്ട് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഞാൻ ബോട്ടിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു നേരത്തെ. അതിൻ്റെ ലിങ്കിനകത്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക വീഡിയോത്തിൻ്റെ. ബോട്ട് ക്രിയേറ്റ് ആക്കിയതിന് ശേഷം നേരെ ബോട്ടിൻ്റെ ടോക്കൺ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തതിന് ശേഷം നേരെ യൂറോപ്പിൽ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡിപ്ലോയ് ആപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ എന്താക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ നേരെ പുറകോട്ട് തന്നെ ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ബോട്ടിൽ കയറി ഒന്ന് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ബോട്ടിൻ്റെ യൂസർ നെയിം ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം എന്താക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ DB ചാനലും നിങ്ങളുടെ പബ്ലിക് ചാനലും ബോട്ടിനെ അഡ്മിനാക്കുക. അപ്പോൾ ഫോഴ്സ് ചാനലും DB ചാനലും ബോട്ടിൽ നിന്ന് അഡ്മിനാക്കി. ഇപ്പോൾ എൻ്റെ ഫോഴ്സ് ചാനൽ ഇപ്പോൾ ഞാൻ ബോട്ടിൽ ഇപ്പോൾ അഡ്മിനാക്കിയിട്ടുണ്ട്. അഡ്മിനാക്കിയ ശേഷം അടുത്ത ഇപ്പോൾ അഡ്മിനാക്കാൻ പോകുന്നത് DB ചാനലാണ്. ഇപ്പോൾ DB ചാനൽ കൊടുത്ത പേര് ഫയൽ ഷെയറാണ്. DB ചാനൽ കൊടുത്തിട്ടുള്ള പേര്. അപ്പോൾ നിങ്ങളുടെ ചാനൽ അഡ്മിനാക്കുക. എന്നാൽ മാത്രമേ ബോട്ട് വർക്ക് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ബോട്ട് വർക്ക് ആവത്തില്ല. ഇപ്പോൾ ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഡിപ്ലോയ് ആയതിനു ശേഷം മാനേജ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് പൈത്തൺ റണ്ണിങ് ഉണ്ടാകും, അത് നിങ്ങൾ റണ്ണാക്കി കൊടുക്കുക. ഇതിൽ ഓഫായിട്ടുള്ളത് ഇതൊന്ന് റണ്ണാക്കി കൊടുക്കുക. ഇത് റണ്ണാക്കിയതിന് ശേഷം ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ബോട്ട് ഫാദറോട് സ്റ്റാർട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എന്താക്കണം കാണിച്ചാൽ വർക്കാകുന്നില്ലേ. പിന്നെ വർക്കാകുന്നില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ പിന്നെ 10 സെക്കൻഡ് ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് കൊടുക്കുക. അതുകൊണ്ട് വർക്കാവാത്തതാണ്. അപ്പോൾ നിങ്ങൾ വർക്കാകുന്നില്ല നിങ്ങൾക്ക് കാണിച്ചാൽ നേരെ ഹീറോക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മോറിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ലോക്സിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോക്കിയേക്കാം. അപ്പോൾ നിങ്ങളുടെ ബോട്ട് വർക്കാകുന്നുണ്ടാകും. ഇപ്പോൾ എൻ്റെ ബോട്ട് ഇപ്പോൾ വർക്കാകുന്നുണ്ട്. വർക്ക് വന്ന് പിന്നെ ഇവിടെ ക്രിയേറ്റഡ് ബൈ എല്ലാം കാണുന്നുണ്ട്. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിങ്ങൾക്ക് ഇത് കാണിച്ചാൽ മാത്രം മതി. നിങ്ങൾ നേരെ നിങ്ങളുടെ ബോട്ടിലൊന്ന് സ്റ്റാർട്ട് കൊടുക്കുക. ഒന്നും കൂടി സ്റ്റാർട്ട് കൊടുക്കുക. നിങ്ങളുടെ ബോട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിന് വർക്കാകുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഫയലൊക്കെ ഷെയർ ചെയ്ത് നോക്കാം. അതൊക്കെ വർക്കാകുന്നുണ്ട് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഇതിലേക്ക് ഒരു ഫയൽ ഇപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ GTA 6 ഒരു ട്രെയിലർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് ഇവിടെ തന്നെ ഇങ്ങനെ ട്രൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എവിടെ കൊണ്ട് ട്രൈ ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ എവിടെ കൊണ്ട് ഇപ്പോൾ ട്രൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ സേവ്ഡ് മെസ്സേജ് സെൻഡ് ചെയ്തിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാണ്. അപ്പോൾ ഇത് വർക്കാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ഫയലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. /batch ഒന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെല്ലും നിങ്ങളുടെ DB ചാനലിന് ഫസ്റ്റ് മെസ്സേജിന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ. ഇതെൻ്റെ DB ചാനലാണ്. DB ചാനൽ പിന്നെ കുറേ ഫയൽ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് എവിടുത്തെ വേണ്ട ഫയൽ അതിന് ഒരു ഫയൽ പിന്നെ സെൻഡ് ചെയ്ത് കൊടുക്കണം വിത്ത് ഫോർവേഡ് ടാഗ്. എൻ്റെ അടുത്ത നമ്മൾ പറയുന്നത് ലാസ്റ്റത്തെ ഒരു മെസ്സേജാണ്. അപ്പോൾ എവിടെ നിങ്ങളുടെ ഫയൽ സ്റ്റോപ്പാണോ അവിടുത്തെ ഒരു ലാസ്റ്റ് മെസ്സേജ്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് സ്റ്റോപ്പ് ആക്കുന്നത് 10ലേക്കാണ്. 10 നമ്പർ. ആ 10 എടുത്ത് നേരെ ബോട്ടിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്കാണ് 10 ഫയലിൻ്റെയും ലിങ്ക്. ഇപ്പോൾ നമുക്കൊരു ലിങ്ക് ആയിട്ട്. അപ്പോൾ ലിങ്കിലേക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണ് ബോട്ട് തന്നെ. അപ്പോൾ നമുക്ക് 10 ഫയലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഞങ്ങൾ സപ്പോർട്ട് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.